കൊച്ചിയിൽ വ്യാജരേഖ ചമച്ച് ഫ്ളാറ്റ് വിൽപ്പന നടത്തിയ കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ. ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വിൽപ്പന നടത്താൻ കരാറുണ്ടാക്കി തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടാം പ്രതി മിന്റു മണിയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. ഞാൻ 6 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. എൻ്റെ കണക്കിൽ ഞാൻ ആ സ്ഥലത്ത് ഞാൻ മാത്രമാണ് ഇത്രയും കുറച്ച് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഷാഹിൽ എന്നൊരാളാണ് ഇത് OLX പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. OLX കണ്ടിട്ട് നമ്മൾ ആ ഫ്ലാറ്റ് വന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് കാണിച്ചതെല്ലാം മിൻറ്റോ മണി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കൊണ്ട് കാണിച്ചെല്ലാം സംസാരിച്ച് എന്നിട്ട് പറഞ്ഞു ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യേണ്ടത് ആശാപ്പിക്കുന്ന ഒരാളുടെ ഐഡിയാണ്. അവരെന്ന് പറഞ്ഞാൽ ഒരു മലബാർ സർവീസ് എന്നൊരു ഏജൻസി ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഒരു ഫേമാണ്. ഞാൻ അവിടെ ചെയ്യുന്ന സമയത്ത് ആൾ ചോദിച്ചാൽ എന്താ വന്നത്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഫി, ഈ വാടക കരാറിന് മാത്രമൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഫ്ളാറ്റ് വിൽപ്പന നടത്താൻ കഴിയുക, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടത്താൻ കഴിയുക? അതിൽ എങ്ങനെയാണ് ഈ ഇടപാടുകാർ വീണുപോയത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ തട്ടിപ്പിന്റെ രീതി എന്താണ്? പ്രജിൻ, തീർച്ചയായും വാടക കരാറും ഒപ്പം തന്നെ ഈ ഫ്ളാറ്റിൻ്റെ രേഖകൾ അതിൻ്റെ പകർപ്പുകളും ഉപയോഗിച്ചായിരുന്നു നിലയിലുള്ള തട്ടിപ്പ് ഈ സംഘം നടത്തിയത്. 2 പേർ ചേർന്നാണ് ഇതിൽ. ഒന്നാം പ്രതി ആശ എന്ന ഒരു സ്ത്രീയാണ്, രണ്ടാം പ്രതിയാണ് മിന്റു മണി. ഇപ്പോൾ രണ്ടാം പ്രതിയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയിരിക്കുന്നത്. ആശ ഇപ്പോഴും ഒളിവിലാണ്. ഇവരുടെ തട്ടിപ്പിൻ്റെ രീതി എന്നുള്ളത് ഈ തൃക്കാക്കര കാക്കനാട് പരിസരത്തെ ഫ്ളാറ്റുകൾ അത് ലീസിനോ റെന്റിനോ എടുക്കുക, പിന്നീട് ഇത് മറ്റാളുകൾക്ക് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി കരാറുകൾ ഉണ്ടാക്കി പണം വാങ്ങുക, അതായിരുന്നു ഇവരുടെ രീതി. തട്ടിപ്പിൽ ഇതിനോടകം തന്നെ 10-ലധികം പേർ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. 3 പരാതികളാണ് നിലവിൽ തൃക്കാക്കര പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നതിൽ ഒരാൾക്ക് 6.5 ലക്ഷം രൂപയും മറ്റൊരാൾക്ക് 5 ലക്ഷം രൂപയുമാണ് നഷ്ടമായിരിക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ ഒരു വ്യക്തിക്ക് ഇവർ ഫ്ളാറ്റ് പണയത്തിന് നൽകുകയും പിന്നീട് ഈ ഫ്ളാറ്റ് ഒഴിവായപ്പോൾ നൽകാനുള്ള 8 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മടക്കി നൽകാനുമുണ്ട്. ഈ 3 പരാതികളിലാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. OLX അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചതും. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.